നമസ്തേ. പഹൽഗാമിലേത് ഹിന്ദുക്കളെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണമാണെന്ന് വ്യക്തമായിട്ടും ഇന്നും അത് അങ്ങനെയല്ല എന്ന് പറയുന്ന കുറച്ച് ഹിന്ദു വിരുദ്ധ തീവ്രവാദികളോട് ഒരു ചോദ്യം. നിങ്ങൾക്കൊരു മുഹമ്മദ് അലി ജിന്നയെ അറിയുമോ? പണ്ട് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന നോഖാലി ഇന്ന് ബംഗ്ലാദേശിന്റെ ഭാഗമാകാൻ ചുക്കാൻ പിടിച്ച വ്യക്തി. ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബംഗാളിലെ ചിറ്റഗോങ് ഡിവിഷനിലുണ്ടായിരുന്ന നോഖാലി കുപ്രസിദ്ധമായത് ആസൂത്രിതമായ ഹിന്ദു വംശഹത്യയുടെ പേരിലായിരുന്നു. ഭാരതത്തിന് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ലഭിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് അലി ജിന്ന ഹിന്ദു വംശഹത്യയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ ഏറ്റവും ആസൂത്രിതമായി അത് നടപ്പിലാക്കിയ പ്രദേശങ്ങളിലൊന്നായിരുന്നു ബംഗാളിലെ നോഖാലി. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടന്ന ഹിന്ദു നരഹത്യ ഭാരതത്തെ വിഭജിച്ച് മുസ്ലിം ഭൂരിപക്ഷമുള്ള മതരാജ്യം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നു. ഈ കലാപങ്ങളുടെ പൊതു സ്വഭാവം ഭവനഭേദനം, കൊള്ളിവയ്പ്, ബലാത്സംഗം, സ്ഥാവര ജംഗമ സ്വത്തുക്കൾ തകർക്കൽ, കൊള്ള, കൊലപാതകം എന്നിവയും. തക്ബീർ വിളികളോടെ മുസ്ലിം ബാലന്മാരടക്കം ആയിരങ്ങളെത്തി ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നത് മതപരമായി ശ്രേഷ്ഠ കർമ്മമെന്നതായിരുന്നു മുസ്ലിം കലാപകാരികളുടെ ധാരണ. മുസ്ലിങ്ങൾക്കിടയിൽ അവർ അതിനെ അങ്ങനെ വരുത്തി തീർത്തു. താരതമ്യേന സംഘടിക്കാൻ തയ്യാറല്ലാത്ത ഹിന്ദുക്കൾ എല്ലാ കാലത്തും മുസ്ലിം അക്രമികളുടെ ഇരകളായിരുന്നു. 1946 ഒക്ടോബറിൽ ആരംഭിച്ച നോഖാലി കലാപത്തിന്റെ ഉദ്ദേശം ഹിന്ദു വംശഹത്യ നടത്തി ആ പ്രദേശം മുസ്ലിം ഭൂരിപക്ഷമാക്കുക എന്നതായിരുന്നു. ലോകത്തെല്ലായിടത്തും എല്ലാ കാലത്തും മുസ്ലിം മതരാഷ്ട്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ഇങ്ങനെ തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ പുലരിയിൽ മഹാത്മാഗാന്ധി നോഖാലിയിലെ തെരുവുകളിൽ ശാന്തിദൂതനായി വൃഥ അലയുമ്പോഴും ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ കബന്ധങ്ങളും ചോരയും വീണ് കുഴഞ്ഞ നോഖാലി പിന്നീട് ആവർത്തിക്കില്ല എന്ന പ്രതീക്ഷയെ അസ്ഥാനത്താക്കിക്കൊണ്ട് നോഖാലിക്ക് സമാനമായ നിരവധി ഹിന്ദു വംശഹത്യകൾ സ്വാതന്ത്ര്യ ഭാരതത്തിൽ മുസ്ലിം മതഭീകരവാദികൾ നടത്തി. ഗുജറാത്തിലെ ഗോദ്രയിലും കേരളത്തിലെ മാറാടും എല്ലാം നടന്നത് നോഖാലിയുടെ തനി ആവർത്തനം തന്നെയായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ മതേതര നാട്യങ്ങളുടെ പേരിൽ മുസ്ലിം കലാപങ്ങളെ മാന്യവൽക്കരിക്കുന്ന ഒരു പ്രവണത എല്ലാ കാലത്തും ഉണ്ട്. ഏറ്റവും ഒടുവിൽ വഖഫ് ബില്ലിന്റെ പേരിൽ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിൽ അരങ്ങേറിയ ഹിന്ദു വംശഹത്യ മുഖ്യധാരാ മാധ്യമങ്ങളോ രാഷ്ട്രീയ പാർട്ടികളോ ചർച്ച ചെയ്യാൻ പോലും തയ്യാറായിട്ടില്ല. പലസ്തീനിലെ മുസ്ലിം കൂട്ടക്കൊലയെക്കുറിച്ച് പ്രതിദിനം അച്ചുനിരത്തുന്ന മുഖ്യധാരാ മലയാള മാധ്യമങ്ങളിൽ ഒന്നുപോലും ബംഗാളിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ച് ഒരു വരി പോലും എഴുതിയില്ല. ചാനൽ മുറികളിലെ അന്തിചർച്ചകളിൽ വഖഫ് ബില്ലിനെതിരെ ദിവസങ്ങളായി ചർച്ച ചെയ്ത് തിമിർത്തവരാരും ബംഗാളിൽ അവർണ്ണനീയമായ പീഡനങ്ങൾക്കിരയായ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയുമില്ല. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലെ മമതാ ബാനർജിയുടെ സർക്കാർ പൂർണ്ണമായും മുസ്ലിം മതഭീകരവാദികളുടെ നിയന്ത്രണത്തിലാണിപ്പോൾ. രാമനവമി ഘോഷയാത്രയ്ക്കും ദുർഗാപൂജയ്ക്കും പല സ്ഥലങ്ങളിലും വിലക്ക് കൽപ്പിക്കുന്ന മമത മുഹറം ആഘോഷിക്കുവാൻ മുൻകൈയെടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. തലയിൽ തട്ടമിട്ട് നിസ്കരിച്ച് പോലും തന്റെ മുസ്ലിം വിധേയത്വം വിളംബരം ചെയ്യുന്ന നാട്യക്കാരിയായ മുഖ്യമന്ത്രി ബംഗാളിൽ ഹിന്ദു വംശഹത്യയ്ക്ക് കളമൊരുക്കുന്നതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഭാരത പാർലമെന്റ് പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബംഗാളിൽ നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി പകർന്ന വർഗീയ ജ്വാലയാണ് മുർഷിദാബാദിലും മറ്റും വർഗീയ കലാപമായി പടർന്നു പിടിച്ചത്. ബംഗ്ലാദേശിൽ നിന്നും മതമൗലികവാദികൾക്കും ഭീകരവാദികൾക്കും നിർബാധം നുഴഞ്ഞുകയറാനും ബംഗാളിൽ ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുക്കാനുമുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നത് മമതാ ബാനർജിയാണ്. റോഹിംഗ്യൻ മുസ്ലിങ്ങളും ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരിൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടി എന്ത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു സ്ത്രീയായി മമത അധപ്പതിച്ചു കഴിഞ്ഞു. രാജ്യത്തെ ഏത് പൊതുസ്വത്തും സ്വകാര്യ സ്വത്തും തങ്ങളുടേതാക്കുവാൻ മുസ്ലിം സംഘടനകൾക്ക് അവസരമൊരുക്കുന്ന പ്രാകൃത നിയമം ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും കേട്ടുകേൾവിയില്ലാത്തതാണ്. ഭാരത ഭരണഘടനയും നിയമനിർമ്മാണ സഭയും നീതിപീഠവും ഏത് മതനിയമങ്ങൾക്കും മേലെയാവണമെന്ന തീരുമാനത്തിൽ നിന്നാണ് വഖഫ് നിയമ ഭേദഗതി പാർലമെന്റിന്റെ ഇരു സഭകളും ചേർന്ന് പാസാക്കിയത്. ഇതിനെതിരെയുള്ള വർഗീയ കലാപമാണ് ബംഗാളിൽ നാം കണ്ടത്. കേരളത്തിൽ വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം ഉപരോധിച്ചുകൊണ്ട് രാജ്യത്തിനെതിരെ മതമൗലികവാദികൾ യുദ്ധപ്രഖ്യാപനം നടത്തുമ്പോൾ അവർക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവരുടെ രാജ്യവിരുദ്ധത വ്യക്തമാക്കിയത് നാം കണ്ടു. പഹൽഗാമിന് ശേഷം സംസ്ഥാനത്തിനകത്ത് പലതവണ ഭീകരരുടെ സാന്നിധ്യമുണ്ടായി എന്നതും ഭീകരൻ കേരളത്തിൽ പഠിച്ചു എന്നതും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് വേണ്ടി മലയാളികൾ കരയുന്നു എന്നതും നോഖാലികളും മുർഷിദാബാദുകളും പഹൽഗാമുകളും കേരളത്തിൽ നിന്നേറെ അകലെയല്ലെന്ന സൂചനകളാണ് കാണിക്കുന്നത്. ഹിന്ദുക്കളെ, നിങ്ങൾ നിങ്ങളെ രക്ഷിച്ചുകൊള്ളുക.